കംബോഡിയ അതിർത്തിയിൽ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാൻ ധാരണയിലെത്തുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി തായ്ലൻഡ്. കംബോഡിയക്കെതിരെ ഏറ്റുമുട്ടലുമായി മുന്നോട്ടു പോകുമെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി അനുദിൻ ചരൺവിരാഘുൽ പ്രഖ്യാപിച്ചു. തങ്ങളുടെ ഭൂമിക്കോ ജനങ്ങൾക്കോ ഭീഷണിയല്ലെന്ന് ബോധ്യമാകും വരെ സൈനിക നടപടി തുടരുമെന്നും അനുദിൻ പറയുന്നു. ഒക്ടോബറിലാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നത്. ഈ മാസം 8-ന് കരാർ ലംഘിച്ച് 817 കിലോമീറ്റർ നീളുന്ന അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടൽ തുടങ്ങി. അനുദിനുമായും കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റുമായും ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നാലെ ഇന്നലെ പുലർച്ചെയാണ് ആക്രമണം നടത്താൻ ഇരുവരും സമ്മതിച്ചതെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ കംബോഡിയോ തായ്ലൻഡോ ട്രംപിന്റെ അവകാശവാദത്തെ സ്ഥിരീകരിച്ചിട്ടില്ല. മണിക്കൂറുകൾക്കുള്ളിൽ കംബോഡിയയിൽ തായ് യുദ്ധവിമാനങ്ങൾ ബോംബിടുകയും ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണങ്ങളും വെടിവയ്പുകളും ഉണ്ടായി. ഇതിനിടെ കംബോഡിയയിലെ കോകോം പ്രവിശ്യയ്ക്ക് നേരെ തായ്ലൻഡ് ഉൾക്കടലിൽ നിലയുറപ്പിച്ച തായ് നാവികസേനാ കപ്പലിൽ നിന്നും ഷെല്ലാക്രമണമുണ്ടായി. ഇന്നലെ 4 തായ് സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ സംഘർഷത്തിനിടെയുണ്ടായ ആകെ മരണം 26 ഉയർന്നിട്ടുണ്ട്.